കൊല്ലത്ത് ഏത് തരത്തിലായിരിക്കും പാർട്ടി ഗ്രാമങ്ങളിലൂടെ ഇല്ലെങ്കിൽ അത്രയധികം സഖാക്കൾ കാത്തു നിൽക്കുന്ന പോയിന്റുകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ലേറ്റ് ആവും VS ജന്മനാട്ടിലേക്ക് എത്താൻ എന്നുള്ളത് പോലും നമുക്കിപ്പോൾ കണക്കാക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയധികം സമയമെടുക്കും, അത്രയധികം ആളുകൾ അദ്ദേഹത്തെ കാണാൻ നിൽക്കുന്നുണ്ട്. ഒരാൾ പോലും കാണാതെ പോകരുത് എന്ന പാർട്ടി തീരുമാനവുമുണ്ട് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കാരണം അവസാനമായി VSനെ നോക്കി ലാൽ സലാം പറയുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും. അത് നടത്തി കൊടുക്കുക ഓരോ പ്രവർത്തകർക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് പാർട്ടി എത്തുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ്. അത്ര വൈകിയും VSനെ AK സെന്ററിൽ തന്നെ കിടത്തിയത് നമ്മൾ കണ്ടതാണ്. ഇന്ന് സമയത്തിന്റെ പ്രശ്നം കൊണ്ടും ഇല്ലെങ്കിൽ ആ സമയത്ത് ഉച്ചയ്ക്കെങ്കിലും അവിടെ നിന്ന് പുറപ്പെട്ടാലേ രാത്രി വൈകിയെങ്കിലും എത്തൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് കുറച്ചു പേർക്കെങ്കിലും കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചത്. പക്ഷേ വഴിയിൽ കാത്തു നിൽക്കുന്ന VSനെ അവസാനമായി കാണാൻ കാത്തു നിൽക്കുന്ന റെഡ് സല്യൂട്ട് നൽകാൻ കാത്തു നിൽക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട് VSനെ അവസാനമായി ഒരു നോക്ക് കാണിച്ചുകൊണ്ട് മാത്രമേ VSനെ ജന്മനാട്ടിലേക്ക് എത്തിക്കൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. അത് കൊല്ലം ജില്ലയിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ പോയിന്റുകൾ, കൂടുതൽ സ്ഥലങ്ങളിൽ ആളുകൾ കാത്തുനിൽപ്പുണ്ടാവും. പല ജില്ലകളിൽ നിന്നും അടുത്തുള്ള ജില്ലകളിൽ നിന്നെല്ലാം വന്ന ഒരു പക്ഷേ കൊല്ലത്തായിരിക്കും. കാരണം കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ എത്ര ജനസാഗരം എന്ന് നമ്മൾ അക്ഷരാർത്ഥത്തിൽ പറയേണ്ട അവസ്ഥയിലായിരിക്കും ഒരു പക്ഷേ ആലപ്പുഴ VSനെ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് VSനെ കാണുക, തിരിച്ചു പോവുക എന്നുള്ള ഒരു ഉദ്ദേശമായിരിക്കും. കാരണം മറ്റ് യാത്രകൾ, മറ്റാളുകൾക്ക് പുറത്തിറങ്ങുക ഇല്ലെങ്കിൽ VSനെ കാണാനുള്ളവർ മാത്രം നിരത്തിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഭാഗം മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരം കഴിയുന്നതേ ഉള്ളൂ, ഇനിയുമുണ്ട്, ചിലപ്പോൾ മണിക്കൂറുകൾ എടുക്കും. ആ തരത്തിൽ ഇപ്പോൾ സിറ്റി പോലും കടന്നിട്ടില്ല എന്നുള്ളതാണ്. അത്രയധികം സമയമെടുത്തുകൊണ്ടാണ്, അത്രയധികം ആളുകളെ കാണിച്ചുകൊണ്ടാണ് VSമായി ജന്മനാട്ടിലേക്ക് പോകുന്നത്. ഈ പാതയോരങ്ങളിലെല്ലാം കാത്തു നിൽക്കുന്ന ആളുകളെ നമുക്ക് കാണാം, VSനെ അനുഗമിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. മുന്നിൽ മാധ്യമപ്രവർത്തകരുണ്ട്, പക്ഷേ പിന്നിലായി ഓരോ പോയിന്റുകളിൽ നിന്നും കൂടുന്ന ഒരുപക്ഷെ 2 പോയിന്റ് വരെ കൂടുന്ന ആളുകളായിരിക്കും. അവർ തിരിച്ച് അതേപോലെ നടന്നു പോവുകയായിരിക്കും. അതിനുശേഷം മറ്റൊരു പോയിന്റിൽ നിന്നും കൂടുതൽ സഖാക്കൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകിൽ മുദ്രാവാക്യം വിളികളുമായി ചേരുന്നുണ്ട്. അത്തരത്തിൽ ഓരോ പോയിന്റുകളിൽ നിന്നും ഓരോ ടീമായി ആളുകൾ അദ്ദേഹത്തിനൊപ്പം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ വണ്ടിക്ക് പുറകിൽ മുദ്രാവാക്യം വിളികളുമായി മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നടന്നു പോകുന്നു എന്നുള്ളതാണ്. ആ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സേഫ് ചേരുന്നു. സേഫ്, തലസ്ഥാനം ഇങ്ങനെയാണ് യാത്ര അയക്കുന്നത്. തലസ്ഥാനം നമുക്കറിയാം, പല ജില്ലകളിൽ നിന്ന് തലസ്ഥാനത്തെത്തിയ ആളുകളുണ്ട്, പാർട്ടി പ്രവർത്തകരുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, VSനൊപ്പം ജോലി ചെയ്ത ആളുകളുണ്ട്. അതിനപ്പുറത്തേക്ക് നമുക്ക് എത്രത്തോളം ആളുകൾ എന്നറിയാം. പക്ഷേ പല പോയിന്റുകളിലേക്ക് ആളുകൾ എത്തിയിട്ടുണ്ടാവും. പല ജില്ലകളിൽ കാസർഗോഡ് മുതൽ തന്നെ ആളുകൾക്ക് എത്തിച്ചേരാൻ എളുപ്പത്തിന് കൊല്ലത്തേക്ക് എത്തിയിട്ടുണ്ടാവും. മാത്രമല്ല കൊല്ലത്തെ സഖാക്കൾ ഏത് രീതിയിലായിരിക്കും VSനെ സ്വീകരിക്കുക എന്നുള്ളത് കൂടിയാണ്. അങ്ങനെയെങ്കിൽ എത്രത്തോളം വൈകും VS ജന്മനാട്ടിലേക്ക് എത്താൻ? രാത്രി 9 മണിയോടുകൂടി VS അച്യുതാനന്ദൻ ആലപ്പുഴയിൽ എത്തിക്കാമെന്നുള്ളതായിരുന്നു പാർട്ടി തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഒരു കാരണവശാലും 9 മണിയോടുകൂടി എത്തിച്ചേരില്ല. കാരണം ഇപ്പോ ആ വിലാപയാത്ര തുടങ്ങിയിട്ട് ഏതാണ്ടൊരു 2.25 മണിക്കൂറാവുന്നുണ്ട്. 2.25 അവിടെ നിന്ന് എടുത്തു. 2.25 മണിക്കൂർ എടുത്തു. 3 മണിക്കൂർ അടുപ്പിക്കുന്നുണ്ട്. ഇപ്പൊ കേശവാസപുരം കഴിഞ്ഞതേ ഉള്ളൂ. കേശവാസപുരം ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്തതേ ഉള്ളൂ. ഇനിയിപ്പോ ഉള്ളൂരിലേക്ക് എത്തിച്ചേരണം. ഉള്ളൂരിൽ ഈ പോകുന്ന വഴിയിലെല്ലാം അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാർ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഒരു 12 മണിക്ക് എത്തിച്ചേരുമോ എന്നുള്ള സംശയം നിലനിൽക്കുകയാണ്. നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുക. വേലിക്കകത്ത് വീട് എന്ന് പറയുമ്പോൾ VS അച്യുതാനന്ദന്റെ ആദ്യത്തെ വീടിന്റെ പേര് വേലിക്കകത്ത് വീടെന്നല്ല, വെന്തലത്തറ എന്നാണ്. വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ എന്നായിരുന്നു VSന്റെ ആദ്യത്തെ പേര്. പിന്നീട് VSന്റെ വീട്ടുപേര് വേലിക്കകത്ത് നിന്നാകുന്നു. പിന്നീട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ VS അച്യുതാനന്ദനായി മാറുന്നു. പിന്നീട് അത് ചുരുങ്ങി 2 അക്ഷരമായി ചുരുങ്ങുന്നു. VS എന്ന 2 അക്ഷരത്തിലേക്ക് ചുരുങ്ങുന്നു. അപ്പോ VSനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ 2 അക്ഷരം മാത്രം മതി ജനങ്ങൾ മനസ്സിലാക്കാൻ. ഇപ്പൊ പണ്ടെവിടെയോ പറഞ്ഞു കേട്ടിട്ട്, ഇപ്പൊ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഒരു കത്തെഴുതണമെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈ എന്ന് എഴുതിയാൽ മതി എന്ന് പറയുന്ന പോലെ VSന് ഒരു പരാതി നൽകാനുണ്ടെന്നുണ്ടെങ്കിൽ VS ആലപ്പുഴ അല്ലെങ്കിൽ VS തിരുവനന്തപുരം എന്ന് എഴുതിയാൽ VSന്റെ വീട്ടിലെത്തുന്ന തരത്തിൽ ആ പേര് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ പതിഞ്ഞുപോയ പേരാണ്. ആ പേര് പതിഞ്ഞുപോയതിന്റെ ബാക്കിപത്രമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ജനങ്ങൾ അങ്ങനെ VSനെ ഏറ്റെടുത്തു. VSനെ കാണാൻ വേണ്ടി
ആൾക്കാരിങ്ങനെ എത്തുന്നു. ഇപ്പോ ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഈ വണ്ടിയുടെ മുമ്പിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വണ്ടി ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോ ഒരു വണ്ടിയുടെ ഒരു ഡ്രൈവ് ചെയ്തുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഗ്ലാസ് ഇപ്പൊ താഴ്ത്തു എന്ന് ചോദിച്ചപ്പോൾ ഗ്ലാസ് ഞാൻ താഴ്ത്തിയപ്പോൾ എന്റെ അടുത്ത് പറഞ്ഞത്, വണ്ടി ഒന്ന് മുമ്പോട്ടിടുമോ, എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല, VS-നെ കാണാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ വണ്ടി അവിടെ ഇടുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ കുറെ മനുഷ്യർ ഉണ്ട്. VS-നെ ഒന്ന് കാണാൻ വേണ്ടി ഉള്ള കുറെ മനുഷ്യരുണ്ട്. കുറെ ചെറുപ്പക്കാരായിട്ടുള്ള അവർക്ക് VS-നെ കുറിച്ച് ഒരു പക്ഷെ വലിയ ഗ്രാഹ്യമൊന്നും ഉണ്ടാവില്ല. VS എന്ന പേര് എന്തൊക്കെയോ ഒരു പോരാട്ട വീര്യത്തിന്റെ ഭാഗമായിട്ട്, ഒരു പോരാട്ട സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് VS തന്നെ കണ്ടിട്ടുണ്ടാവാം. അതുകൊണ്ടാണ് VS എന്ന പേര് അവരിൽ പതിയുകയും VS-നെ കാണാൻ വേണ്ടി അവർ റോഡിന്റെ അരികിൽ നിൽക്കുകയും ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ വിഷ്വൽസ് ഇപ്പോ എല്ലാ ദൃശ്യങ്ങളും ചിലപ്പോൾ നമുക്ക് എത്തിക്കാൻ കഴിയുമെന്ന് വരില്ല. നമ്മുടെ ഈ ക്യാമറ എല്ലായിടത്തും അങ്ങനെ എത്തിച്ചേരുമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനും അത് ഫീൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. നമ്മുടെ കണ്ണിൽ കൂടെ കാണുന്ന കാഴ്ച ചിലപ്പോൾ നമ്മുടെ ക്യാമറമാന്റെ കണ്ണിൽ കണ്ടു എന്ന് ചിലപ്പോ വരില്ല. പക്ഷെ ആ കാണുന്ന കാഴ്ച ഞാനിങ്ങനെ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ കൊച്ചു കുട്ടികളായിട്ട് നിൽക്കുന്ന ആൾക്കാർ, ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാര്, പ്രായമായ ആൾക്കാര്. ഇന്നലെ ഒരു VS-ന്റെ മൃതദേഹം AKG സെന്ററിൽ വെക്കുമ്പോൾ ഒരു മനുഷ്യൻ വന്നിട്ട് പൊട്ടി ഇങ്ങനെ കരയുക. എന്തൊക്കെയോ VS-ന്റെ മൃതദേഹത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട്. അന്നേരം അവിടെ നിന്ന റെഡ് വാളന്റിയർ അദ്ദേഹത്തെ പിടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അന്നേരം എന്തൊക്കെയോ പറയാം. എന്താണ് നമുക്ക് കേൾക്കാൻ പറ്റും. കാരണം അവിടെ മുദ്രാവാക്യം വിളി ആയതുകൊണ്ട് എന്താ പറയുന്നത് നമുക്ക് കേൾക്കാം. പക്ഷെ VS-ന്റെ മരിച്ചു കിടക്കുന്ന VS-ന്റെ മുഖത്ത് നോക്കി എന്തൊക്കെയോ ആ മനുഷ്യൻ പറയുന്ന ദൃശ്യം ഇന്നലെ കണ്ടു. അങ്ങനെ നെഞ്ചിലേറ്റിയ കുറെ മനുഷ്യരെ അവസാനം ആ മനുഷ്യനെ കാണാൻ വേണ്ടി കുറെ മനുഷ്യർ ഇങ്ങനെ റോഡിന്റെ ഇരുവശവും നിൽക്കുകയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഒന്നാമത് അവധിയാണ്. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കൊച്ചു കുട്ടികളുമായിട്ട് നിൽക്കുന്നു, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് നിൽക്കുന്നു, 3-4 വയസ്സുള്ള കുട്ടികളും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അവർക്ക് VS ആരാണെന്ന് ചോദിച്ചാൽ അവർക്കൊന്നും അറിയില്ല. പക്ഷെ അവർ ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്നലെ അവിടെ മറ്റു വലിയ കാഴ്ച, AK സെന്ററിന് മുമ്പിൽ ഒരു പിതാവിന്റെ തലയിൽ ഇരുന്ന് പെൺകുട്ടി, ഒരു 6 വയസ്സോ 5 വയസ്സോ 6 വയസ്സോ കാണും. ആ കുട്ടി ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കാം. മുദ്രാവാക്യം ഇങ്ങനെ വിളിക്കുകയാണ്. എന്താണ് ആ ഒരു ആവേശം നമുക്ക് അവിടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നെഞ്ചുപൊട്ടി വിളിക്കുന്ന കുറെ ആൾക്കാരെ ഏറ്റി വിളിക്കുന്ന കുറെ ആൾക്കാർ. ഇപ്പോ നമ്മള് കേശവാസപുരത്ത് നിന്ന് മൃതദേഹം ആ വിലാപയാത്ര ഇപ്പോ ഏതാണ്ട് ഉള്ളൂരിലേക്ക് എത്തിച്ചേരുകയാണ്. ഉള്ളൂരിലും നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച ഇതുവരെ നമ്മൾ എന്താണോ കണ്ട അതേ കാഴ്ച തന്നെയാണ്. ഇപ്പൊ ഒരു പോയിന്റ് കഴിയുമ്പോ, ഇപ്പൊ അഞ്ചാമത്തെ പോയിന്റാണ് കേശവാസപുരം. 6ാമത്തെ പോയിന്റിലേക്ക് എത്തിച്ചേരുമ്പോ ഇതിനിടയിലുള്ള സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി VS-നെ കാണാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് അല്ലാതെ ഈ സ്ഥലങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒരു പോയിന്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് അവരിങ്ങനെ VS-നെ അവസാനമായി യാത്ര അയക്കുകയാണ്. അത് കണ്ടും കരളുമാണ് എന്നുള്ള മുദ്രാവാക്യം. ആ മുദ്രാവാക്യം വിളിച്ചൊരു ഒരുപക്ഷെ ഇനി കേൾക്കാൻ കഴിയത്തില്ല. ഒരുപാട് കേട്ട് ആവേശമുണ്ടാക്കിയിട്ടുള്ള മുദ്രാവാക്യമാണ് അത്. ഞാൻ രാവിലെ സൈഫുദ്ദീൻ ആയിരുന്നു തോന്നുന്നു റീഡർ. അപ്പൊ ഞാൻ സൈഫുദ്ദീനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ VS-ന്റെ ബർത്ത്ഡേ വരുമ്പോൾ സ്റ്റോറി ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഞാൻ നമ്മളെ വിഷ്വൽ എഡിറ്ററോട് ആദ്യം പറയുന്നത്, VS ഏറ്റവും അവസാനം പങ്കെടുത്ത ഒരു പൊതുപരിപാടിയുണ്ട്. അത് VK പ്രശാന്തിന്റെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരിപാടിയാണ്. കുറവംകോണത്ത് നടക്കുന്ന പരിപാടി. ആ VS കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കണ്ണേകരളെ മുദ്രാവാക്യമുണ്ട്. അത് ഞാൻ അതുവരെ കേട്ടിട്ടുള്ള കണ്ണേകരളെ മുദ്രാവാക്യത്തെക്കാൾ ഊർജം ആ കണ്ണേകരളയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് സേവ് ചെയ്ത് വെക്കണമെന്ന് ഞാൻ എഡിറ്ററോട് എപ്പോഴും പറയുമായിരുന്നു. അത് സ്റ്റോറി ചെയ്യുമ്പോൾ ആദ്യം ഉപയോഗിക്കുന്നത്. ആ കണ്ണേകരളെ വീണ്ടും കേൾക്കുന്നതാണ് നമുക്ക് ഉള്ളൂരിൽ നിന്ന് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അതിന്റെ വിഷ്വൽസ്, ഉള്ളൂരിൽ എത്രത്തോളം ആളുണ്ട് എന്നുള്ളൊരു വിഷ്വൽസ് നമുക്ക് അല്പസമയത്തിനകം തന്നെ തരാം തന്നെയാണ്. അതാണ് ഓരോ സ്ഥലത്തും ഒരു വിപ്ലവ നായകൻ അദ്ദേഹത്തിനെ യാത്രയാക്കുന്നത് അത്രത്തോളം ഊർജ്ജത്തോടെ ആയിരിക്കണം എന്നുള്ളൊരു നിശ്ചയദാർഢ്യം കൂടി പ്രവർത്തകർക്കുണ്ട് എന്നുള്ളതാണ്. അത്രത്തോളം ഊർജ്ജത്തോടെ, അത്രത്തോളം ഉച്ചത്തിൽ അത് വിളിച്ച് കേൾപ്പിക്കുന്നത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. AK സെന്ററിന് മുന്നിൽ നിന്ന് വിളിച്ചു തുടങ്ങിയ മുദ്രാവാക്യമാണ് ഇപ്പോഴും അത് അവസാനിക്കാതെ തുടരുന്നു എന്നുള്ളതാണ്. VS-നെ യാത്രയാക്കുക, VS-ന്
തലസ്ഥാനം യാത്ര പറയുക എന്നുള്ളതിലല്ല, അതിനപ്പുറത്തേക്ക് VS ഉണ്ടാക്കിയെടുത്ത ജനങ്ങൾ അദ്ദേഹത്തിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇല്ലെങ്കിൽ യാത്ര പറയാൻ എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ കാഴ്ചയാണ്. അതൊരു ഔദ്യോഗിക പരിപാടി ഇല്ലെങ്കിൽ രീതി എന്നതിനപ്പുറത്തേക്ക്, പാർട്ടിയുടെ രീതി എന്നതിനപ്പുറത്തേക്ക് ജനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളൊരു വിലാപയാത്ര എന്ന രീതിയിൽ ഇതിനെ കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്രയധികം ജനങ്ങൾക്ക് VSനെ കാണേണ്ടതുണ്ട്, VSനെ അവസാനമായി കണ്ട് യാത്ര അയക്കേണ്ടതുണ്ട്. ആ രീതിയിൽ അതാണ് അക്ഷരാർത്ഥത്തിൽ അതൊരു വിലാപയാത്രയാവുന്നത് അപ്പോഴാണ് എന്ന് തോന്നുന്നു. അത്രയധികം ആളുകൾ രണ്ട് ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് അദ്ദേഹത്തെ യാത്ര അയക്കുന്ന കാഴ്ച സ്വാഭാവികമായിട്ടും പാർട്ടിയെ സംബന്ധിച്ച് മറ്റൊരു തീരുമാനത്തിലേക്ക് ഇല്ലെങ്കിൽ പെട്ടെന്ന് പോകാം, മറ്റ് സമയം അനുസരിച്ച് നീങ്ങാം എന്നൊന്നും കരുതാൻ സാധിക്കുന്ന തരത്തിലല്ല. കാരണം അത്രയും തിങ്ങി നിറഞ്ഞ ആളുകൾ നിൽക്കുന്നു എന്നുള്ളതാണ് നമുക്കറിയാം. കുട്ടികളെ എടുത്തുകൊണ്ട് ചെറിയ കുഞ്ഞുങ്ങളെ, കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്ന ആളുകൾ, വിലപിച്ചുകൊണ്ട് എത്തുന്ന പ്രായമായവർ, VSന്റെ കാലത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അത്തരത്തിൽ നിരവധി ആളുകൾ, തലസ്ഥാനത്ത് തന്നെ താമസമാക്കിയ നിരവധി ആളുകൾ, VSന്റെ ആരാധകരായിട്ടുള്ള പ്രവർത്തകർ, അത്തരത്തിൽ നിരവധി ആളുകളാണ് ഇനിയും കാണാൻ ബാക്കി നിൽക്കുന്നത്. അത് തലസ്ഥാന നഗരം വിടുന്നതോടുകൂടി ഓരോ ചെറിയ പോയിന്റുകളിലും സ്വാഭാവികമായിട്ടും ഇന്നലെ എത്താൻ സാധിക്കാത്തവർക്ക്, ഇന്നത്തെ ദർബാർ ഹാളിലെ തിരക്കറിയാവുന്നവർക്കൊക്കെ ഓരോ സ്ഥലങ്ങളിലും VSനെ കാണിക്കും എന്നുള്ള പ്രതീക്ഷ കൊണ്ട് അവർ കാത്തിരിക്കുകയായിരിക്കും. കാലാവസ്ഥ പോലും അവർക്കൊരു ബുദ്ധിമുട്ടായിരുന്നില്ല. ഇന്ന് രാവിലെ നമ്മൾ അത്തരത്തിലൊരു ഇത് കണ്ടതാണ്, മഴ മാറി നിന്നത് കണ്ടതാണ്. അത്തരത്തിൽ അതുപോലും വകവയ്ക്കാതെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയും കണ്ടതാണ്. അപ്പം ഓരോ സ്ഥലങ്ങളിലും അങ്ങനെ VSനെ കണ്ടേ പോകൂ എന്ന് പറഞ്ഞ് മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന മനുഷ്യരെ നമ്മൾ കണ്ടതാണ്. അത് പ്രായമായവരൊക്കെ നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ അവർ വിതുമ്പുമ്പോൾ എത്രത്തോളമായിരുന്നു VS എന്നുള്ളത് മനസ്സിലാക്കാവുന്നതുമാണ്. ആ രീതിയിലൊരു യാത്രയയപ്പാണ് VSന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അർഹിച്ചതുപോലെ ആ രീതിയിൽ അത്രയധികം ഉച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് അദ്ദേഹം ഇട്ടുപോയ ആ കനലാണ് ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പ്രവർത്തകരുടെ മുദ്രാവാക്യത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിന്റെ പുറത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നപ്പോൾ ആ ആവേശക്കടൽ നമ്മൾ കണ്ടതാണ്. അത് എത്രത്തോളം മനുഷ്യരെ അദ്ദേഹം ഊർജ്ജം നൽകിയിട്ടുണ്ട്, എത്രത്തോളം ആളുകൾക്ക് അദ്ദേഹം വഴികാട്ടിയായിട്ടുണ്ട്, എത്രത്തോളം ആളുകളിൽ അദ്ദേഹം വിപ്ലവം നിറച്ചിട്ടുണ്ട്, സമരം നിറച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ കണ്ടതാണ്. ഇന്നലെ AK സെന്ററിന് മുന്നിൽ കണ്ടതാണ്. ഇത് തന്നെ നമ്മൾ ആലപ്പുഴയിലും കാണാൻ പോകുന്നതാണ്. അതാണ് VS കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിലെ മനുഷ്യർക്കിടയിലേക്ക്, മനുഷ്യരുടെ ഉള്ളിലേക്ക് VS എത്രത്തോളം കടന്നു ചെന്നിരുന്നിരുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ്.